റീസെന്റ് റിലീസ് ആവുന്ന ഇന്ത്യൻ മൂവീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ്. ആ ഒരു വളരെ എക്സ്പെക്ടേഷനോട് കൂടി ഒരു മൂവി റിലീസ് ആവുകയാണ്. ആ സിനിമയിൽ നമ്മൾ അത്രത്തോളം ആ ഒരു ഓക്കെ ഇതിനൊരു ഹൈപ്പ് ആൻഡ് അത്രത്തോളം ഒരു പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ പടത്തിന്റെ എന്താ പറയുക, മൊത്തത്തിലുള്ള അവസ്ഥ കയ്യിൽ നിന്ന് പോയാലും അവസാനം ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് ഒരു സംഭവം കൊണ്ട് സെറ്റ് ചെയ്യും. അതാണ് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു ടെയിൽ എൻഡ് എന്നുള്ള രീതിയിൽ. കാരണം ഈ പറഞ്ഞതൊന്നുമല്ല സംഭവം, ഇനി വരാൻ കിടക്കണേ ഉള്ളൂ എന്നുള്ള രീതിയിൽ KGF, ബാഹുബലി എന്നീ സിനിമകൾക്ക് ശേഷമാണ് ഈ ഒരു ട്രെൻഡ് കൂടുതലായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ മലയാളത്തിലായാലും അങ്ങനെയുള്ള ചില പടങ്ങളും ഉണ്ട്. ആൻഡ് ഇക്കൊല്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ എങ്ങനെ ഇറക്കിയിട്ടുള്ള പല പടങ്ങളും, ഈവൻ ഗോട്ട്, അതുപോലെ തന്നെ ദേവര, കങ്കുവ, ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പുഷ്പ 2 അടക്കം ഒരു ഇനിയും ഈ കഥ കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കുകയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ ഇതിന്റെ ഒരു ട്രെൻഡിന് അല്ലെങ്കിൽ ഇതിന് ഒക്കെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു മൂവി നമുക്ക് പറയാവുന്നത് ബാഹുബലി ദ ബിഗിനിങ് ആയിരുന്നു. ആൻഡ് ബാഹുബലി 1 ആൻഡ് ബാഹുബലി 2 ശരിക്കും ഒറ്റ സ്ക്രിപ്റ്റ് ആയിട്ടായിരുന്നു രാജമൗലിയും അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള വിജേന്ദ്ര പ്രസാദും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ രണ്ട് പടങ്ങളുടെ സ്ക്രിപ്റ്റും വെച്ച് നോക്കുമ്പോൾ തന്നെ ടോട്ടൽ ഡ്യൂറേഷൻ ഒരു 5 hours അടുത്തുണ്ട്. സോ അങ്ങനെ ഒറ്റയടിക്ക് നമുക്കൊരു പടം റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് അവർ ഫസ്റ്റ് പാർട്ട് ദ ബിഗിനിങ് എന്നുള്ള രീതിയിൽ ഒരു ക്ലിഫ് ഹാങ്ങറിൽ അവസാനിപ്പിച്ചു. ആൻഡ് എന്തുകൊണ്ട് കട്ടപ്പ ബാഹുബലിനെ കൊന്നു എന്നുള്ള ചോദ്യം ഒരു വൺ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ ശരിക്കും ഒരു കാട്ടുതീ പോലെ പടർന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ബാഹുബലി 2 കിട്ടിയ ഒരു റിസപ്ഷനും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാത്തിരിപ്പൊക്കെ വലിയൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു സൗത്ത് ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ബാഹുബലി 2 ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 2 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമാണ് KGF Chapter 1 റിലീസ് ആവുന്നത്. യാതൊരു പ്രതീക്ഷയില്ലാതെ ജസ്റ്റ് ഒരു കന്നഡ പടം എന്നുള്ള രീതിയിൽ മൊഴിമാറി ഇങ്ങനെ ഇറങ്ങിയ പടത്തിന് പെട്ടെന്ന് എവിടുന്നില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷനും വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടി പടം അങ്ങോട്ട് കയറി. എന്റെ റോക്കി KGF ഏറ്റെടുത്തതിന് ശേഷം ഇനി എന്താവും ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. 2022 സെക്കൻഡ് ചാപ്റ്റർ കിട്ടിയപ്പോൾ അതിനുള്ള റിസപ്ഷനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു, എന്താ പറയാ, അത്രത്തോളം വലിയൊരു രീതിയിലായിരുന്നു. ഒരു കന്നഡ സാൻഡൽവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു 1000 crore ഒരു മൂവി നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. സോ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുത്തതിന് ശേഷം പിന്നീട് ഇറങ്ങുന്ന വലിയ എക്സ്പെക്ടേഷനും വലിയ പ്രൊമോഷനിലോട് കൂടി ഇറക്കുന്ന പടങ്ങൾക്കൊക്കെ കാര്യമായിട്ടൊന്നും പറയാനില്ലെങ്കിലും അവസാനം കൊണ്ടൊരു സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞ രീതിയിൽ അവസാനിപ്പിക്കും. പക്ഷെ ഏതൊരു പടത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നെക്സ്റ്റ് പാർട്ട് റിലീസ് ആവുക എന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റ ഫാക്ടറേ ഉള്ളൂ, ആ പടം എത്രത്തോളം ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഓക്കെ ഇതിൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ട് പറയാനുണ്ട്, ഓക്കെ ഇവർ ഇതിലത്തെ ഈ ഡയറക്ടർക്ക് എന്തെങ്കിലും ഈ പടത്തെ കുറിച്ചിട്ട് പറയാനുണ്ട്, ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ട്, സോ സെക്കൻഡ് ചാപ്റ്റർ വെച്ച് കഴിഞ്ഞാലും കാത്തിരിക്കാനുള്ള ഒരു വകുപ്പ് ഈ സിനിമയിലുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ തരാൻ പല മൂവീസിനും പറ്റിയിട്ടില്ല. പക്ഷെ ആ മൂവീസിന് ഞാൻ ചില എക്സെപ്ഷൻസ് പറയും. ഇപ്പൊ ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള കൽക്കി 2898 AD ആ ഒരു മൂവി ഇതിന്റെ ഒരു എക്സെപ്ഷൻ ആണെന്ന് ഞാൻ പറയും. കാരണം ഫസ്റ്റ് ആ ഒരു ചാപ്റ്റർ ഒരു അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സിനിമയിലുള്ള അവരുടെ വിഷൻ എന്താണെന്നുള്ളത് പ്രോപ്പർ ഐഡിയ കാണുന്ന പ്രേക്ഷകന് നല്ല രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിനായാലും പെർഫോമൻസ് വൈസ് ആയിട്ടുള്ള ആക്ടേഴ്സിനായാലും ഒക്കെ പറ്റിയിട്ടുണ്ട്. എൻ്റെ അതിൽ എടുത്തു പറയേണ്ടതായിരുന്നു അമിതാഭ് ബച്ചന്റെ അശ്വത്ഥാമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഈ ഒരു പ്രായത്തിനും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, ഈവൻ ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ നമ്മളെ പിടിച്ചിരുത്തിയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ആൻഡ് അതിലുള്ള മൊത്തത്തിലുള്ള ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആയാലും ശരി, നല്ല രീതിയിലുള്ള ഒരു ക്ലിഫ് ഹാങ്ങർ തന്നിട്ടാണ് ആ പടം അവസാനിച്ചത്. ആൻഡ് ഇതിലത്തെ മെയിൻ നെഗറ്റീവ് റോൾ ചെയ്യുന്ന കമലഹാസന്റെ ആ ഒരു ക്യാരക്ടർ, യാഷ്കിൻ ആരാണ് അല്ലെങ്കിൽ ഇനി എന്താണ് ആ ഒരു ക്യാരക്ടറിന്റെ മോട്ടീവ് എന്നുള്ളത് നെക്സ്റ്റ് പാർട്ടിലേക്ക് ഇനിയാണ് കൂടുതലുള്ളത് എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. സോ അത് എന്താണെന്നുള്ളൊരു കാത്തിരിപ്പ് ഇപ്പോഴും ആ ഒരു പടത്തിന്റെ മൊത്തത്തിലുള്ള ക്രൂവിന് ഓഫർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. പക്ഷേ അതിനൊരു 2 3 വർഷം അധികം തന്നെ എടുക്കും മൊത്തത്തിൽ ആ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള കഥ സെറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ ഇങ്ങനെയുള്ള ഒരു മൂവിയെ സംബന്ധിച്ചിടത്തോളം അത് അത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ടൈം ആൻഡ് എഫേർട്സ്. പക്ഷെ ബാക്കിയുള്ള പല മൂവീസും നമ്മൾ നോക്കിയാൽ തന്നെ ഇറങ്ങിയത് എന്തിനാ, ഇനി അടുത്ത പാർട്ട് ഇറങ്ങുന്നത് എന്തിനാ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചോദ്യമാണ്. കാരണം ഓക്കെ ഒരു മൂവി ഇറങ്ങുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. പക്ഷെ ആ ഒരു പടത്തിനെ സംബന്ധിച്ച് നമ്മൾ ആസ് എ ഹോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഇനി ഒരു സെക്കൻഡ് പാർട്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വർഷം തന്നെ റിലീസായ തമിഴിലെ തന്നെ രണ്ട് പടങ്ങൾ എടുക്കാം, ഗോട്ട് ആൻഡ് കങ്കുവ. ഗോട്ടിന്റെ അവസാനം ശരി, ഓക്കെ ആ ഒരു സ്റ്റോറിക്ക് ഒരു അവസാനം കിട്ടി. ആൻഡ് ഇനി എന്തിനാണ് അതിന്റെ അവസാനം കൊണ്ട് ഒരു ടൈലന്റ് വെച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് മൂവി കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ തന്നെ പൊളിറ്റിക്സിലേക്കുള്ള ഒരു ഒഫീഷ്യൽ എൻട്രി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു പ്രൊജക്ട് സംഭവിക്കാൻ തീരെ ചാൻസ് ഇല്ല എന്ന് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ബട്ട് എന്തിനാണ് അങ്ങനെ കൊണ്ടൊരു ടൈലന്റ് വെച്ചത് നമുക്ക് ഒരിക്കലും പിടികിട്ടാത്തൊരു ചോദ്യം തന്നെയായിരുന്നു.
ആൻഡ് ഇപ്പോൾ കങ്കുവ ആയാലും ശരി, മൊത്തത്തിൽ ആ പടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈവൻ ആ പടത്തിന്റെ സൗണ്ട് മിക്സിംഗ് ആയാലും കഥ ഒരു വഴിക്ക്, സൗണ്ട് മിക്സിംഗ് വേറൊരു വഴിക്ക്, ഇതൊക്കെ അനുഭവിക്കുന്ന പ്രേക്ഷകൻ വേറൊരു വഴിക്ക് എന്നുള്ള രീതിയിലായിരുന്നു അവസ്ഥ. ആൻഡ് അതിന്റെ അവസാനം കൊണ്ട് ഒരാവശ്യമില്ലാത്ത രീതിയിൽ കങ്കുവ 2 എന്ന് പറഞ്ഞ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതും സഹിച്ചു, ഇനി ഇതും സഹിക്കണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമായിരുന്നു മൊത്തത്തിൽ എല്ലാവർക്കും. ആൻഡ് ദേവര ആയാലും ശരി, ആ ഒരു പടത്തിന് ജസ്റ്റ് എന്തോ സ്ഥിരം ഒരു തെലുഗു പടം എന്നുള്ള രീതിയിലാണ് എടുത്തു വെച്ചത്. ഇതിന് ഒരു സെക്കൻഡ് പാർട്ട് ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു അത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബാക്കിയുള്ള പടങ്ങൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ പുഷ്പ 2 വളരെയധികം നോർത്തിലൊക്കെ വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് പടം പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഫസ്റ്റ് പാർട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ക്യാരക്ടറിന് ഒരു ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു താഴേക്കിടയിൽ നിന്നും ഇങ്ങനെ സിൻഡിക്കേറ്റിന്റെ ടോപ്പിലേക്ക് വരുന്ന ഒരു എന്താ പറയാ ചന്ദനം വെട്ടുകാരനായിട്ട് വന്നിട്ടുള്ള ഒരു കൂലി വർക്കർ എങ്ങനെ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തുന്നു എന്നൊരു സ്റ്റോറിയും, അത് മാത്രമല്ലാണ്ട് ആ ഒരു ക്യാരക്ടറിന്റെ കുറെ ഹോൾഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ പറഞ്ഞു പോയ ഒരു ഫസ്റ്റ് പാർട്ട് തന്നെയായിരുന്നു. സിനിമയുടെ തുടക്കം തന്നെ ഇപ്പോൾ പുഷ്പ 1 ഒക്കെ തുടക്കം തന്നെ നല്ലൊരു രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു പോയിരുന്നത്. പക്ഷെ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർത്തിലത്തെ ഒരുപാട് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറെ അനാവശ്യമായിട്ടുള്ള സീനുകളൊക്കെ കുത്തിക്കയറ്റി വെച്ച പോലെ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരു 3.5 മണിക്കൂറിന് അടുപ്പിച്ചുള്ള ഡ്യൂറേഷനിൽ ഈ ഒരു പടത്തിന്റെ കഥ പറഞ്ഞ് തീർക്കണത് നോക്കാതെ അത് കഴിഞ്ഞ് തേർഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ് വെച്ചു. അത് എന്തിനായിരുന്നു എന്ന് അറിയില്ല. കാരണം അത് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ തന്നെ ആ പടത്തിന് ആ ഒരു മീൻസ് ആ ഒരു സ്റ്റോറി അവസാനിപ്പിക്കാനുള്ള എല്ലാ ഓപ്ഷനുകളും ഉണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെയുള്ള ഒരു കയ്യിൽ നിന്ന് പോയി എന്ന് ഡയറക്ടർക്ക് അല്ലെങ്കിൽ ആ ഹോൾ പടത്തിന്റെ ആൾക്കാർക്ക് തോന്നുമ്പോൾ തന്നെ ഇതൊന്നുമല്ല, ദേ പിടിച്ചോ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ടൈലന്റ് കൊണ്ട് വെക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒരു പുതിയ രീതിയായിട്ട് തോന്നിയിട്ടുള്ളത്. ആൻഡ് അത് ശരിക്കും പറഞ്ഞാൽ കണ്ട് 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 മടുത്ത ഒരവസ്ഥയാണ് മൊത്തത്തിൽ. കാരണം ഓക്കെ, ഈ ഒരു പടം അത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ട് കാണാനിരിക്കുമ്പോൾ ആ പടത്തിന് ഒന്നും പറയാനില്ല, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന്റെ അവസാനം കൊണ്ട് പറയും ഇതിലൊന്നുമല്ല കഥ ഇരിക്കുന്നത്, ഇതിന്റെ സെക്കൻഡ് പാർട്ടിലാണെന്നുള്ളത്. ബട്ട് അവിടെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ വേണം, എന്നാലും ഇതിന്റെ സെക്കൻഡ് പാർട്ടിനായാലും ശരി നല്ല രീതിയിലുള്ള ഒരു ക്ലിക്ക് ആവാൻ ചാൻസ് കിട്ടുള്ളൂ. ആൻഡ് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളാണിത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ട്രെൻഡിനെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.